Indrapalan's teams, now they will give us exact picture of the vehicle also. ഒരു സാധ്യതയുടെ വാതിലും അടക്കില്ല, എല്ലാ സാധ്യതയും തുടരണം. ഇപ്പം നമ്മൾ ഈ ലക്ഷ്യത്തിലെത്താൻ എന്തൊക്കെ ചെയ്യാനാകും അതിനെല്ലാവരും യോജിപ്പിച്ച് ഏകോപനത്തോടു കൂടി മുന്നോട്ട് പോവുക, അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. And as sir said, it was more than 5.5, it was close to 6 knots, and it is humanly impossible for the Navy to dive at that particular point and rescue, if at all they find a cabin, to rescue the person is humanly impossible. 11 ദിവസം ഇന്നും ഫലം കാണാതെയാണ് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നത്. നദിയുടെ മധ്യത്തിൽ ലോറിയുണ്ട് എന്നുള്ള സൂചന നൽകുന്നതാണ് നാലാമതായി ലഭിച്ചിരിക്കുന്ന സിഗ്നൽ എന്ന വാർത്തകൾ പ്രതീക്ഷയും നൽകുന്നുണ്ട്. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഉറപ്പ്. കുത്തിയൊഴുകുകയാണ് ഗംഗാവലി. ഇടയ്ക്കൊന്ന് വേഗം കുറഞ്ഞ് പിന്നെ അതിനേക്കാൾ ക്രുദ്ധയായി. നേവിയുടെ അടക്കം മുങ്ങൽ വിദഗ്ധർക്ക് തിരയാനിറങ്ങാനാകുന്നതിന്റെ 3 ഇരട്ടി കുത്തൊഴുക്ക്. എല്ലാ സാധ്യതകളും തേടുകയാണ് ദൗത്യ സംഘം അർജുനായി. 11ാം ദിനവും ഫലം കാണാതെ ദൗത്യം. അർജുനായുള്ള കാത്തിരിപ്പ് നീളുമോ? കൂടുതൽ സാങ്കേതിക സഹായങ്ങൾ വഴിതെളിക്കുമോ? ഗംഗാവലി പ്രതിസന്ധിയുടെ കാണാക്കയമോ? ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. മന്ത്രി PA മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം അല്പസമയം ഉണ്ടാകും. ഷിരൂർ ദൗത്യ സംഘ തലവൻ റിട്ടയർഡ് മേജർ ജനറൽ MK ഇന്ദ്രപാൽ നമ്മളോടൊപ്പം ചേരും. ശ്രീ AK മഷ്റഫ് MLA, ഇവർ രണ്ടുപേരും ഷിരൂരിലുണ്ട്. റിട്ടയർഡ് മേജർ ശ്രീ മേജർ രവി നമ്മളോടൊപ്പം ചേരും. മുൻ നാവികസേന അഡ്മിറൽ DR മേനോൻ നമ്മളോടൊപ്പം ചേരും. ഒപ്പം നീന്തൽ പരിശീലകൻ ശ്രീ ഡോൾഫിൻ രതീഷ് കൂടി. വിശദമായ ചർച്ചയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. നമ്മളോടൊപ്പം ഇപ്പോൾ മിനിസ്റ്റർ ശ്രീ PA മുഹമ്മദ് റിയാസ്, ഒപ്പം ശ്രീ സച്ചിൻ ദേവ് MLA, ശ്രീ ലിൻഡോ ജോസഫ് എന്നിവർ ചേരുകയാണ്. മിനിസ്റ്റർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. മിനിസ്റ്റർ, ഇപ്പോൾ ഷിരൂരിലേക്ക് അങ്ങും അങ്ങയുടെ സഹപ്രവർത്തകരായ MLA-മാരും എല്ലാവരും എത്തുന്നു. ഈ ദൗത്യത്തിൽ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യാൻ ശ്രമിക്കും എന്ന് ഇന്നങ്ങ് പറയുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. നമ്മൾ നമ്മുടെ ഒരു സഹജീവിയെ, നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ എത്രത്തോളം കരുതലോടെയാണ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ വിളിച്ചു പറയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ അങ്ങ് അവിടെ എത്തുന്നു. അങ്ങയോടൊപ്പം ഈ ദൗത്യ സംഘത്തിലുള്ളവരെല്ലാവരും തന്നെ, ഇതിന് നേതൃത്വം നൽകുന്നവരെല്ലാം ഇന്നൊരു ഉന്നതതല യോഗം ചേർന്നു. അതിനുശേഷം അങ്ങ് മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ 11ാമത്തെ ദിവസം അവിടെ എത്തുമ്പോൾ ഈ ദൗത്യത്തിനൊക്കെ ഒരു ഏകോപനം ചെയ്യാൻ കഴിയുമ്പോൾ അങ്ങേക്ക് ലഭിക്കുന്ന അടിസ്ഥാനപരമായ വിവരങ്ങൾ, പ്രതീക്ഷ എത്രത്തോളമാണ്? മാധവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എല്ലാ നിലയിലും സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ചില നീക്കങ്ങൾ നടത്തിയത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ചീഫ് സെക്രട്ടറിയും പിന്നെ കോഴിക്കോട് ജില്ലാ കലക്ടറും പിന്നെ മറ്റു ഉദ്യോഗസ്ഥരും മന്ത്രിമാരും എല്ലാ നിലയിലും ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ജനപ്രതിനിധികൾ എല്ലാവരും ആ നിലയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. കേരളമാകെ, ലോകത്താകെയുള്ള മലയാളികളാകെ വലിയ മാനസികമായ പ്രയാസത്തോടു കൂടിയാണ്, ആശങ്കയോടു കൂടിയാണ് ഈ വിഷയത്തിൽ മനസ്സും ശരീരവും നൽകിയിട്ടുള്ളത്. പലരും ആ പ്രയാസം പങ്കുവച്ചിട്ടുമുണ്ട്. സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും നടത്തണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിലപാട്. അത് അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇടപെടലുകൾ തുടർച്ചയായി എല്ലാ നിലയിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രതികൂലമായൊരു കാലാവസ്ഥയാണ്, നല്ല മഴയാണ്, അടിയൊഴുക്ക് ശക്തമാണ്. ഇപ്പോൾ ആർമി ആയാലും നേവി ആയാലും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. എന്നാൽ നേവിക്ക് അവരുടെ ഡൈവേഴ്സിന് ഈ പ്രതികൂല കാലാവസ്ഥയിൽ പുഴയിൽ ഇറങ്ങാൻ പറ്റാത്ത ചില സാഹചര്യം അവർ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പൊതുവേ സംസ്ഥാന സർക്കാർ തന്നെ മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫാൻഡൂൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അതിപ്പോൾ നാളെ ഒരു 10-10:30 മണിയോടുകൂടി രാവിലെ നടത്താനാകുമെന്നുള്ളതാണ് കാണുന്നത്. എന്നാൽ എന്തൊക്കെ സാധ്യത ഇനി നമുക്ക് ഈ രക്ഷാദൗത്യം ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് അർജുനും മറ്റ് 2 പേരും, അങ്ങനെ 3 പേർ അവരെ കണ്ടെത്തുന്നതിന് എന്തൊക്കെ സാധ്യതകൾ ഉപയോഗിക്കാനാവുമോ അതൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് ഇന്ന് യോഗത്തിൽ അറിയിച്ചിരുന്നു. യോഗത്തിൽ ബഹുമാനിയായ ജില്ലാ കലക്ടർ പങ്കെടുത്ത് വളരെ പോസിറ്റീവായിട്ടാണ് അവർ ഈ വിഷയത്തെ കണ്ടത്. മറ്റു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, പോലീസ് സൂപ്രണ്ട് ഉണ്ടായിരുന്നു, കോഴിക്കോട് MP ഉണ്ടായിരുന്നു, മഞ്ചേശ്വരം MLA ഉണ്ടായിരുന്നു. എനിക്കൊപ്പം ഇപ്പോൾ ഇവിടെയുള്ള 2 MLA-മാർ അതിനകത്ത് പങ്കെടുത്തു. അങ്ങനെ ആ യോഗം കഴിഞ്ഞ് ഞങ്ങൾ സ്ഥലം സന്ദർശിച്ചിരുന്നു, അവിടെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ അർജുൻ്റെ സഹോദരനും അളിയനും മറ്റ്
ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. അവർക്ക് ചില പ്രയാസങ്ങൾ, ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ബഹുമാന്യ കലക്ടറുമായി ഇപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങൾ ആദ്യം ചർച്ച നടത്തി. 2 MLA എനിക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം അർജുൻ്റെ കുടുംബാംഗങ്ങളെ ആ യോഗത്തിലേക്ക് വിളിച്ചവിടെ ഇരുത്തി അവരുമായി സംസാരിച്ച് കലക്ടറോട് അവർക്ക് ഉള്ള ആശങ്കകൾ അവർ പങ്കുവെച്ചു. കാരണം അവർക്ക് ഒരുപാട് മാനസിക പ്രയാസം ഉണ്ടാവുമല്ലോ മാഡം, അവർക്ക് തുറന്നു പറയണമല്ലോ. അപ്പം അവരുടെ ആശങ്കകൾ, അവരുടെ ചില പ്രതീക്ഷകൾ, അവരുടെ ചില നിർദ്ദേശങ്ങളൊക്കെ അവർ പങ്കുവെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, അവർക്ക് ഇപ്പോൾ ഈ സ്ഥലത്ത് എത്താൻ അവർക്ക് സാങ്കേതികമായി എന്തെങ്കിലും രക്ഷാദൗത്യത്തിൽ സംഭാവന നൽകാൻ പറ്റുമെന്ന് കരുതിയിട്ടല്ല. എന്നാൽ അവർക്ക് അവരുടെ ഒരു മാനസികമായ ഒരു പ്രയാസം, ഒരു അവസ്ഥയും നമ്മൾ കാണണം. ആ നിലയിൽ അവർക്ക് കൂടി അവിടെ എത്തിപ്പെടാൻ, അവരെ തടയാതിരിക്കാൻ, അവരെന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറൊന്നുമില്ല, 2-3 പേർ, അവരെ അവിടെ എത്തിക്കാൻ അവർക്കൊരു പാസ് സൗകര്യം കൊടുക്കണം എന്ന ന്യായമായ ആവശ്യം കലക്ടർ അംഗീകരിച്ചു. നാളെ മുതൽ ഈ പറയുന്ന രക്ഷാദൗത്യം നടക്കുന്ന സമയത്ത് ഇതിനടക്കമുള്ളവർക്ക് അവിടെ എത്താം അല്ലേ? അവരെ കൂടി വിശ്വാസത്തിലെടുക്കുകയാണ് ദൗത്യ സംഘം. അവിടെ എത്താൻ വേണ്ടി പറ്റി ഇപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങൾ ചേർന്ന യോഗത്തിൽ എടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായി അവർക്ക് അവിടെ എത്താം, അവരെ ആരും തടയില്ല എന്നുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടു. അതിനുശേഷം അവർ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട്, അത് പോലീസുമായിട്ട് കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഭാഗമായി പോലീസ് സൂപ്രണ്ടുമായി ഞങ്ങളാദ്യം ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ ഭാഗമായി പോലീസ് സൂപ്രണ്ടുമായി ചില കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഈ കുടുംബാംഗങ്ങളെ കൂടി ആ യോഗത്തിലേക്ക് വിളിച്ചു. അവരും പോലീസും ആയിട്ടുള്ള ചില കാര്യങ്ങൾ, നേരത്തെ നടന്ന കാര്യങ്ങൾ ഉൾപ്പെടെ സംസാരിച്ചു. അതിലും ഒരു ധാരണ പൊതുവേ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് ഇടപെടും എന്ന കാര്യം പോലീസ് സൂപ്രണ്ട് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒക്കെ വളരെ ആത്മവിശ്വാസമാണ് ആ കുടുംബത്തിന് നൽകിയിട്ടുള്ളത്. മിനിസ്റ്റർ, അതായത് എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ ദിവസം അഭിജിത്ത് അർജുന്റെ അനിയൻ അവിടെ ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ വണ്ടിയുടെ പുറത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥർ റീല് കണ്ടുകൊണ്ടിരുന്നു, എനിക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് അഭിജിത്ത് പറയുന്നുണ്ടായിരുന്നു. ചെറിയ കുഞ്ഞാണല്ലോ, നമുക്ക് മനസ്സിലാവും, നമ്മളെക്കാളൊക്കെ എത്രയോ ഇളയ ആളാണ്. അപ്പോൾ ആ മാനസിക വിഷമം അടക്കം പോലീസിന്റെ സമീപനത്തിലടക്കം മാറ്റം ഉണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായി അല്ലേ? അതെ, ഞാനതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ കുറേ കൂടി ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാം എന്നുള്ളതാണ് പൊതുവേ പോലീസ് പറഞ്ഞിട്ടുള്ള. ആ നിലയിൽ തന്നെയാണ് അവർ ഇടപെട്ട് വരുന്നത് എന്നുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്നുള്ളത് പറഞ്ഞു. അതോടൊപ്പം ഇപ്പോൾ തുടക്കം മുതലേ ഞങ്ങളെല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട്, കുടുംബമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെയും അവർക്ക് ഇപ്പോൾ ജനപ്രതിനിധികളുള്ളത് അവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകിയ കാര്യമാണ്. ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ. എന്നാൽ ഇപ്പോൾ ലിൻഡോവും സച്ചിനും മടങ്ങുമ്പോൾ ഒരു പുതിയ ടീം MLA ഇവിടേക്ക് വരും. ആ നിലയിൽ തന്നെ വരാനുള്ള പദ്ധതികൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായി സംസാരിച്ച് പോകാൻ സാധിക്കുന്ന നിലയിലേക്ക് പറ്റും. ഇപ്പോൾ കല്യാശ്ശേരി MLA വിജിൻ ഇങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ മറ്റേ ആളുകൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കൊക്കെ പറയാനും അവർക്ക് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ പറ്റുന്ന നിലയിലേക്ക് ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് നടന്ന ചർച്ചയും വളരെ പോസിറ്റീവായിരുന്നു. കുടുംബത്തിന് നല്ല പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകാൻ പറ്റിയ ചർച്ചയായിരുന്നു. ഇനി നമ്മൾ എല്ലാ സാധ്യതയും ഉപയോഗിക്കണം. എന്തൊക്കെയാണോ സാധ്യത അത് മുഴുവൻ ഉപയോഗിച്ച് പോകാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അത് എല്ലാവരും ഒന്നിച്ച് വെക്കണം, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് വെക്കണം. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെ ഒരുപാട് ദിവസമായി ഇവിടെ മഴയും കൊണ്ട് പ്രയാസം അനുഭവിച്ച് നിൽക്കുന്നതാണ്. എല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഈ രക്ഷാദൗത്യം അതിൻ്റെ ലക്ഷ്യത്തിലെത്തണം. അതിനെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. യോജിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളെ യോജിപ്പിക്കണം. ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടുമായി ഇനി മുന്നോട്ട് പോകാം. ഞങ്ങളൊരു ടീമായി തന്നെയാണ് കാര്യങ്ങൾ ആലോചിച്ചു. കോഴിക്കോട് MP ശ്രീ MK രാഘവൻ, മഞ്ചേശ്വരം MLA ശ്രീ അഷറഫ്, അതുപോലെ തന്നെ തിരുവമ്പാടി MLA ശ്രീ ലിൻഡോ ജോസഫ്, ബാലുശ്ശേരി MLA ശ്രീ സച്ചിൻ ദേവ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയും ആ നിലയിൽ തന്നെയാണ്. ഇവിടുത്തെ പ്രദേശത്തെ MLA അദ്ദേഹവും വളരെ നല്ല നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ജില്ലാ കലക്ടർ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് സൂപ്രണ്ട് ഞങ്ങൾക്കൊപ്പം ഇത്രയും നേരം ഉണ്ട്, ഇപ്പോൾ അങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ ഒരു ടീമായി തന്നെ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ ചെയ്യണം. എല്ലാ ശ്രമവും നടത്തണം. പ്രതീക്ഷ നഷ്ടപ്പെടാതെ എല്ലാ ഇടപെടലും നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
മിനിസ്റ്റർ, ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ അധികം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചോദ്യം എന്ന് പറയുന്നത് 10-11 ദിവസമാകുന്നു ഇവർക്ക് ഈ പറയുന്ന നേവി അടക്കമുള്ളവർക്ക് NDRF അടക്കമുള്ളവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്തു. ഇവരിനി എത്ര ദിവസം ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും? കയ്യകലത്തുണ്ട് അർജുൻ, പക്ഷേ വീണ്ടെടുക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട് എന്ന്. ശരിയാണ്, ഈ പറയുന്ന അടിയൊഴുക്കിന്റെ ഒക്കെ സാങ്കേതികപരമായ പ്രശ്നമുണ്ട്. ആത്മഹത്യാപരമായിരിക്കും ദൗത്യ സംഘത്തിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശ്രമം നടത്തിയാലെന്നാണ് നേരത്തെ ദൗത്യ സംഘ തലവൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നിരുന്നാലും ഈ 3 പേരുടെ വീണ്ടെടുക്കലുമായി ബന്ധപ്പെട്ട ദൗത്യം മുന്നോട്ട് തന്നെ പോകും അല്ലേ? തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. നമുക്ക് ഇപ്പം നേവിയുടെ തന്നെ മറ്റ് സാധ്യതകൾ അല്ലെങ്കിൽ മറ്റ് രക്ഷാദൗത്യത്തിൻ്റെ വൈദഗ്ധ്യമുള്ള മറ്റ് സാധ്യതകൾ അത് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് എല്ലാ നിലയിലും ഇവിടെ ഇടപെടാനും ശ്രമിക്കാനും പറ്റേണ്ടതുണ്ട്. ആ നിലയിൽ എന്തൊക്കെയാണോ സാധിക്കുക അതൊക്കെ നമുക്ക് കൊണ്ടുവരാനും ഇടപെടാനും പറ്റണം. നിങ്ങൾക്കൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാം. അങ്ങനെ നമുക്ക് ഒരു ശ്രമം എല്ലാ നിലയിലും ഇതുവരെ നടത്തിയതുപോലെ ഇനിയും തുടരണം. അതാണ് ഇതിൽ പൊതുവെ. നേരത്തെ അങ്ങയോടൊപ്പം നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ MLA ശ്രീ സതീഷ് കൃഷ്ണ സെയിൽ പറയുന്നുണ്ടായിരുന്നു, കൃത്യമായി ഈ പറയുന്ന ട്രക്കിൻ്റെതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചിത്രങ്ങളടക്കം കിട്ടി എന്നുള്ളത്. ഔദ്യോഗികമായി തന്നെ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടോ മിനിസ്റ്റർ? അല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പല ചർച്ചകളും നടത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ നടത്തി നമുക്ക് തുടർന്നും മുന്നോട്ട് പോകും. നാളെ ഇപ്പോൾ കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്താൻ സാധിക്കുന്ന നില തുടർന്നുള്ള ദിവസങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. മിനിസ്റ്റർ, ഇന്ന് അർജുന്റെ കുടുംബവുമായി സംസാരിച്ചോ? അതെ, ഞാൻ ഇന്നലെ അർജുൻ്റെ വീട്ടിൽ പോയിരുന്നു. ഇന്ന് ഇവിടെ അർജുൻ്റെ ബ്രദറിലോ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ, അദ്ദേഹം ഉണ്ട്, അനിയനുണ്ട്, അതുപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങളുണ്ട്. അവർ സംസാരിച്ചു എന്ന് മാത്രമല്ല, കലക്ടറുമായി പ്രത്യേക യോഗം, അവരെ കൂടി കലക്ടർക്കൊപ്പം ഇരുത്തി ഞങ്ങളും കൂടി ഇരുന്ന് ഒരു കാര്യങ്ങൾ അവർക്ക് പറയാനുള്ളത് തുറന്ന് പറയാന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനത് വലിയൊരു ആശ്വാസമായിരിക്കും. നമ്മൾ ആ ഒരു മാനസികാവസ്ഥ കൂടി കാണേണ്ടതുണ്ടല്ലോ. അത് വളരെ നല്ല നിലയിൽ അവർക്ക് പറയാനുള്ളതൊക്കെ അവർ തുറന്നു പറഞ്ഞു. അതിനുശേഷം പോലീസായിട്ടുള്ള ചില വിഷയങ്ങൾ SP ആയിട്ട് ആദ്യം ഞങ്ങൾ സംസാരിച്ചു, കുടുംബാംഗങ്ങളായിട്ട് വേറെ സംസാരിച്ചു, പിന്നെ 2 പേരെ ഇരുത്തി സംസാരിച്ചു. അത് അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അവരൊരു മാനസികമായ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ മാത്രം. മിനിസ്റ്റർ, എന്തായാലും വളരെയധികം നന്ദി. MLA-മാരടക്കം മിനിസ്റ്റർ അടക്കം അവിടെ ചെന്ന് ഈ പറയുന്ന രക്ഷാദൗത്യം ഏകോപിപ്പിക്കുമ്പോൾ തീർച്ചയായും അവർക്കുണ്ടാകുന്ന ആത്മവിശ്വാസവും അവരെ കൂടെ വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സർക്കാരിന്റെ പ്രതിനിധികൾ അങ്ങനെ തന്നെ അർജുന് വേണ്ടി അവിടെ ചെന്ന് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ ആത്മവിശ്വാസവും വലിയ സന്ദേശവുമാണ് നൽകുന്നത്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന് ഇത്രയും സമയം. ശ്രീ PM മുഹമ്മദ് റിയാസ്, ഒപ്പം ശ്രീ സച്ചിൻ ദേവ്, ശ്രീ ലിൻഡോ ജോസഫ്, വളരെയധികം നന്ദി. സൂപ്പർ പ്രൈം ടൈമിന്റെ ഭാഗമായതിന്, ഞങ്ങളോടൊപ്പം ഈ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിന്. വലിയ കാര്യമാണ്. നമ്മുടെ ഒരു കൂടപ്പിറപ്പ് നമ്മൾ 10-11 ദിവസമായി ഇത്രയധികം കാത്തിരിക്കുകയാണ് അല്ലേ അർജുൻ, എന്താണ് സംഭവിച്ചത് എന്ന്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ജീവൻ വീണ്ടെടുക്കാൻ ഇത്രയും സമയം ഒരിക്കലും സംഭവിക്കരുത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. എന്നിരുന്നാലും ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയും സാധ്യതയും കൂടി നമ്മൾ തേടുന്നു എന്നുള്ളത്, അതിന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ആകെ കൂടെ നിൽക്കുന്നു എന്നുള്ളത്, അത് ഏകോപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മന്ത്രിമാരടക്കം MLA-മാരടക്കം അവിടെ ചെന്നു നിൽക്കുന്നു. എന്തു മോശം കാലാവസ്ഥയാണ് എന്നുള്ളതൊക്കെ നമ്മുടെ നാട്ടിൽ ജനിച്ചു എന്നതിൻ്റെ അഭിമാനം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. മറ്റതിഥികളിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ മേജർ രവി, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ മേജർ രവി, നമ്മൾ സമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിന് പിന്നാലെയാണ്. നമ്മൾ ഇത്രയും ദിവസമായി മാനുഷികമായി എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ്. അങ്ങ് കാണുന്നുണ്ടല്ലോ ഷിരൂരിലെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഗംഗാവലി ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധി എന്താണ് എന്ന് അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും, നമ്മുടെയൊക്കെ അമ്മമാരടക്കം പ്രായമായ സ്ത്രീകളടക്കം എല്ലാവരും, കുഞ്ഞുങ്ങളടക്കം പോലും ഈ മാധ്യമങ്ങളിലേക്ക് വിവരങ്ങൾ കിട്ടുന്ന സ്രോതസ്സിലേക്കൊക്കെ കേന്ദ്രീകരിക്കുകയാണ് എന്താണ് അർജുന് സംഭവിച്ചത് എന്നതടക്കം. അങ്ങേക്ക് ഈ പറയുന്ന സംഭവങ്ങളുമായി സാങ്കേതികമായി ചേർന്ന് നിൽക്കുന്ന, ഔദ്യോഗികമായി ചേർന്ന് നിൽക്കുന്ന ഒട്ടനവധി അനുഭവങ്ങളും ഉണ്ടാകും. നമുക്ക് ഈ ദൗത്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രതീക്ഷയെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാധു, ഇതുപോലുള്ളൊരു സിറ്റുവേഷനകത്ത് ഇപ്പത് ഒരു ജീവൻ ഇന്നിപ്പോൾ എന്ത് തന്നെയായാലും ശരി, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കേരളത്തിലെ ഓരോ വ്യക്തികളോടും നന്ദി പറയാനുണ്ട്. കഴിഞ്ഞൊരു 10 ദിവസമായിട്ട് ഞാൻ എവിടെ പോകുന്ന സമയത്തും ന്യൂസ് ചാനലുകൾ മാത്രമാണ്. പല ചായക്കടയിൽ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് മൊബൈലിനകത്ത് ഈ അർജുൻ്റെ ന്യൂസ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ജനങ്ങളിപ്പോൾ നേരത്തെ മന്ത്രി റിയാസ് പറഞ്ഞു ഒറ്റക്കെട്ടായി നിൽക്കണം.
നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഓരോരുത്തരുടെയും ഹൃദയമെടുപ്പിന്നപ്പം ആ അർജുൻ എന്ന വ്യക്തിയെ ജീവനോടെ തിരിച്ചു കിട്ടണമേ എന്ന പ്രാർത്ഥനയിലാണ്. അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ മാധു പറഞ്ഞ പോലെ നമ്മൾ ഈ നാട്ടിലാണ്, നമുക്ക് അഭിമാനിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കഴിയും. പിന്നെ ഈ സിറ്റുവേഷൻ ഇവിടുത്തെ ഇന്നലെയും ഞാനിത് പറയുന്നുണ്ടായിരുന്നു. പല സമയത്തും പല അഡ്വൈസുകളൊക്കെ എനിക്ക് പല ചാനൽ ത്രൂവും എൻ്റെ അടുത്ത് പറയും, സാർ ഇതൊന്നും അവിടെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. എന്ത് തന്നെയാലും ശരി, ഈ സ്കൂബ ഡൈവേഴ്സ് എന്ന് പറയുന്ന വ്യക്തിക്ക്, അതൊരു മനുഷ്യനാണ്, ആ വ്യക്തികൾക്ക് നമുക്ക് ട്രെയിനിങ് കിട്ടുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഇത്ര നോട്ടിക്കൽ മൈൽസിന് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക്കാണ്. കാരണം ആ റിസ്ക് എന്താണ്? ഒന്നാമത്തത്, നമ്മൾ ഈ സ്കൂബ ഡൈവിന് പോകുമ്പോൾ സേഫ്റ്റി റോപ്പ് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞയക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സേഫ്റ്റി റോപ്പ് ഡെഫിനറ്റ് ആയിട്ടിടും. ഇല്ലെങ്കിൽ അവർ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് ചാടും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ 7 നോട്ടിക്കൽ മൈൽസ് ആൻഡ് 8 നോട്ടിക്കൽ എന്നൊക്കെ പറയുന്നത് അത് യു കനോട്ട് ഇമാജിൻ ദ ഫോഴ്സ്. ഒരു ട്രക്കിനൊക്കെ അടിച്ചുകൊണ്ടങ്ങ് പോകാൻ പറ്റുന്ന ഫോഴ്സാണത്. അങ്ങനെയുള്ളിടത്ത് ഒരു മനുഷ്യൻ 65 കിലോ അല്ലെങ്കിൽ 75 കിലോ ഉള്ള വ്യക്തിക്ക് താഴെ ഇറങ്ങിയിട്ട് ഒരു രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ വിസിബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഈ കലങ്ങി വരുന്ന മണ്ണിനകത്ത് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അത് വിചാരിച്ചിട്ട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനം നിർത്താൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? പട്ടാളത്തിൽ പോലും ഞങ്ങൾ ഒരു വ്യക്തി മഞ്ഞിനടിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ദിവസങ്ങളോളം തിരഞ്ഞിട്ടുണ്ട്. കാരണം ഏതുവരയ്ക്ക് ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നില്ല, അതുവരയ്ക്ക് നമുക്ക് ഒരിക്കലും ഈ വ്യക്തിയെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ആളെ കിട്ടിയില്ല നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുക. അത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അത് ഒരു സിസ്റ്റമാണത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് എന്ത് പറ്റി എന്നുള്ളത് നമ്മൾ അറിയുന്നവരയ്ക്ക് ഇത്രയും പൈസ ചിലവാക്കുന്നതെല്ലാം ഉണ്ട്. അതെന്തിനാണെന്നറിയോ? ആ ഒരു വ്യക്തിയുടെ ജീവന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാനാണ്. ഇവിടെ നമ്മൾ ഫണ്ട് എവിടെ പോകുന്നു, എത്ര ചിലവ് വരുന്നു എന്നുള്ളതെല്ലാം നോക്കുന്നത് ആ വ്യക്തിയെ നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അവിടെ ട്രക്കിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു, ട്രക്കിനകത്ത് ഇന്നലെ മെറ്റാലിക് പോർഷൻ്റെ ഡിറ്റക്ഷനാണ്. ഐ ഡോണ്ട് നോ ഇന്ദ്രപാലൻ ചാനലിലുണ്ടോ എന്നില്ലെന്ന് എനിക്കറിയില്ല. ഇന്ദ്രപാലനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, സർ ഒരു സോളിഡ് മെറ്റലിൻ്റെയാണ് നമുക്ക് ഡിറ്റക്ഷൻ കിട്ടുന്നത്, പക്ഷേ അതിനകത്ത് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഓഫ് കോഴ്സ് വെള്ളത്തിനകത്താവുന്ന സമയത്തായിരിക്കും. പക്ഷേ എന്ത് തന്നെയാലും ശരി, എവിടെ ഏത് മഞ്ഞിലാണെങ്കിലും ഹ്യൂമൻ ബോഡിക്കകത്തുള്ളൊരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. എത്ര ആഴത്തിൽ? 35 അടി ആഴത്തിൽ സോയ്ക്കകത്ത് കിടന്നിരുന്ന ഹനുമന്ത പേനെ പിടിച്ച ചരിത്രം നമുക്കുണ്ട്. 6-ാം ദിവസം നമ്മൾ ഇതേപോലെ തന്നെ ആ വാംത്ത്, ആ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഹീറ്റ് നോക്കിക്കൊണ്ട് 6-ാം ദിവസം നമ്മൾ അദ്ദേഹത്തെ കുഴിച്ച് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഹോപ്പ് ഒരിക്കലും വിടാൻ പറ്റില്ല. ഇവിടെ അതല്ല, ഇവിടെ വീണിരിക്കുന്ന ഇപ്പോൾ അർജുൻ വീണ സ്ഥലത്ത് തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം വലിയൊരു ക്വസ്റ്റ്യനാണ്. അവിടുത്തെ MLA പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇമ്മീഡിയറ്റ്ലി ഈ ട്രക്ക് നദിയിലോട്ട് വീണാണ്. എൻ്റെ അനുമാനം അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ട്രക്കിൻ്റെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര വെയിറ്റാണ്. അത് നിൽക്കുന്ന എങ്ങനെയാണ്? അത് ഓടാത്ത സമയത്ത് ആ ട്രക്ക് നിൽക്കുന്നത് എന്താണ്? ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് അത് അവിടെ നിൽക്കുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതലായിട്ടുള്ള ഫോഴ്സാണ് മലയിടിഞ്ഞ് വരുന്ന സമയത്ത് ആ മണ്ണും കല്ലും കൂടെ വരുമ്പോൾ അതിൻ്റെ വെയിറ്റും അറ്റ്മോസ്ഫിയർ പ്രഷറും കൂടെ വരുന്നിട്ട് ഈ ഓബ്ജക്റ്റിനെ തട്ടുന്ന സമയത്ത് മുകളിൽ കൂടെ മണ്ണ് വീഴില്ല. ഇത് തട്ടുന്ന സമയത്ത് ഇതിങ്ങ് നിരങ്ങും. അപ്പോൾ ഈ ലോറി ഇങ്ങോട്ട് നിരങ്ങി കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് നദിയിലോട്ടാണ്. സോ ഇമ്മീഡിയറ്റ്ലി ഈ മണ്ണ് വരുമ്പോഴത്തേക്കിനും അത് ഓൾറെഡി പോയി കാണും. അവിടെ ഇതിനെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല. അവിടെ പോയിട്ട് മണ്ണ് കുഴിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ആദ്യത്തെ ദിവസം തന്നെ ഇന്നിപ്പോൾ മന്ത്രി റിയാസെല്ലാം കാണിക്കുന്ന ആ ഒരു കൂട്ടായ്മയും അവർ ഫാമിലിക്ക് കൊടുക്കുന്ന ആശ്വാസങ്ങളും എല്ലാം അന്ന് കർണാടക പോലീസ് എന്ന് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മാധ്യമങ്ങൾ അവിടെ പോയ സമയത്ത് ഞാൻ കണ്ടാണ് അവരോട് റൂഡായിട്ട് പെരുമാറുന്ന ആ ഒരു വിവരമില്ലാത്ത കുറേ ഓഫീഷ്യൽസ്. അവർക്ക് എന്താണ് അവിടെ ചെയ്യുന്നതെന്നുള്ള പോലും അറിയുന്നില്ല. അങ്ങനെയുള്ളവരെല്ലാം ആദ്യം ചെല്ലുന്നുണ്ട്. ഇതിനാദ്യം ചെല്ലുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു മനുഷ്യൻ്റെ ജീവൻ അവിടെ പോയിട്ടുണ്ട്, 10 മനുഷ്യരുടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ്ലി ചെല്ലേണ്ട എക്സ്പെർട്ടായിട്ടുള്ള ഇന്ദ്രപാലനൊക്കെ മദ്രാസിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, കോയമ്പത്തൂരുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം എല്ലാവരെയും അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇതിനോട്ട് പോകാൻ വേണ്ടിയിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് 7 ദിവസമാണ്. മാധു, ഇത് ഇനിയെങ്കിലും ഗവൺമെൻറ് മനസ്സിലാക്കണം. ഇങ്ങനൊരു സംഭവം വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ആദ്യം ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, അതാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതിനെന്താണ്? യു ഗോട്ട് ടു ഹാവ് എ സെറ്റ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്ന SOP ഉണ്ടായിരിക്കണം. അപ്പം ഇന്നും എനിക്ക് എൻ്റെ ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഹോപ്പ് ചെയ്തെന്താണ്? നദിയിൽ വീണ വഴിക്ക് അർജുൻ ഒരുപക്ഷെ ആ ട്രക്കിൽ നിന്ന് തെറിച്ച് ക്യാബിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ആ ഒഴുക്കിൻ്റെ ഫോഴ്സിന് പോയി കാണും. ചിലപ്പോൾ ഈ പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും തടഞ്ഞ് ബോധരഹിതനായിട്ട് കിടപ്പുണ്ടോ എന്നുള്ളൊരാശയിലാണ് ഞാൻ നിൽക്കുന്നത്.
അപ്പം എൻ്റെ ഒരു അനുമാനം അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നും വിചാരിക്കുന്നു. എപ്പോഴെങ്കിലും നമുക്ക് അർജുനെ കിട്ടുകയാണെങ്കിൽ ആ കിട്ടുന്ന സമയത്ത് കിട്ടുകയാണെങ്കിൽ എന്ന പ്രതീക്ഷയിൽ മാത്രം ഊന്നിക്കൊണ്ട് നമ്മൾ കുറെ മനുഷ്യരിങ്ങനെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ 11ാമത്തെ ദിവസമാകുമ്പോഴും ഈ മണിക്കൂറുകളൊക്കെ നമ്മൾ അർജുനെ പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എങ്കിലേക്ക് വരാം. ശ്രീ AK അഷ്റഫ്, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. അങ്ങടക്കം നമ്മുടെ ജനപ്രതിനിധികളെല്ലാം അവിടെ എത്തുകയും ഈ രക്ഷാദൗത്യത്തിന് ഏകോപനം നൽകുകയും അതിനോടൊപ്പം നിൽക്കുകയും കുടുംബത്തെ വിശ്വാസത്തിലെടുക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വലിയ സന്തോഷത്തോടെയാണ് നമ്മൾ എല്ലാവരും നോക്കിക്കാണുകയും ചെയ്യുന്നത്. ഇന്നിപ്പോ ഇതാ നോക്കൂ, ഈ സതീഷ് കൃഷ്ണ സെയിൽ ഇന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, ഞാൻ എൻ്റെ പ്രചാരണത്തിന്, ഇലക്ഷൻ പ്രചാരണത്തിന് പോലും ഇത്രയധികം സംസാരിക്കുകയോ കഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ മനുഷ്യരെല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിവരങ്ങളും പ്രതീക്ഷകളും എത്രത്തോളമാണ്? ഞാനിവിടെ ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം എത്തിയ കേരളത്തിലൊരു MLA ആണ് ഞാൻ. അതിനെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഞാനൊന്ന് കർണാടകത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ MLA ആണ്. 2 ഒരു കന്നഡക്കാരനായ MLA എന്ന നിലയ്ക്ക് അർജുൻ്റെ മിസ്സിങ്ങിന് ശേഷം വരുന്ന വാർത്തകൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവും ലീഡേഴ്സിനോടൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു രാത്രിയാണ് പുറപ്പെടുന്നത്. മധ്യരാത്രി 2 മണിക്ക് ഞാൻ പോലീസിന് ഇൻഫോം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്പോട്ട് കണ്ടു. എല്ലാ ദിവസവും ഒരു 24 മണിക്കൂറിൽ 17 മണിക്കൂർ ഞാൻ ആ സ്പോട്ടിൽ ലൈവായി നിൽക്കുന്ന ഒരാളാണ്. വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. നാളെ അർജുനെ കിട്ടും എന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ പോകുന്നതും വൈകുന്നേരം മടങ്ങുന്നതും. ഇവിടെ നിങ്ങൾ മാധു സൂചിപ്പിച്ചു, ശ്രീ സതീഷ് കൃഷ്ണ സെയിൽ MLA. അദ്ദേഹം, ഞാൻ തുടക്കത്തിൽ നേരത്തെ അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം വന്നപ്പോൾ, ഞാനിവിടെ വരുമ്പോൾ ഒരു ക്രമീകരണമില്ലാതെ വലിയ രീതിയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ഞാനിന്ന് ഡിസ്ട്രിക്ട് കളക്ടറുമായി സംസാരിച്ചു, SP-യുമായി സംസാരിച്ചു, സതീഷ് കൃഷ്ണ സെയിൽ MLA-യുമായി നിരന്തര മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടാണ് ഇവിടെയുള്ള അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തുടക്കത്തിൽ ഇടപെടാൻ കഴിഞ്ഞത്. നമ്മളെല്ലാ ദിവസവും പല രീതിയിലുള്ള ആദ്യഘട്ടം 2-3 ദിവസക്കാലം കരയിൽ തെരച്ചിൽ നടത്തി. അവസാനം നമുക്ക് ഈ നമ്മുടെ തട്ടുക്കട നിലനിൽക്കുന്ന അതിൻ്റെ പുഴയോടത്ത് ഗംഗാവളിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ ഈ പരുതാൻ തുടങ്ങുമ്പോൾ അവസാനമാണ് നമുക്ക് വലിയ രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് ഇന്ദ്രബാലൻ്റെ വരവോടുകൂടി അവിടെ തന്നെ ട്രക്കുണ്ട് എന്ന് നമ്മൾ കാണുന്നത്. ഞാനിപ്പോഴും വളരെ രോമാഞ്ചത്തോടു കൂടി ഓർക്കുന്നൊരു കാര്യമുണ്ട്. നല്ല കോരിച്ചൊരിയുന്ന മടയത്ത് ഡിസ്ട്രിക്ട് കളക്ടറും SP-യും സതീഷ് കൃഷ്ണ സെയിൽ MLA-യും എന്നെ വിളിക്കുന്നു പെട്ടെന്ന് ഒന്ന് സ്പോട്ടിലേക്ക് എത്താൻ. ഉടനെ സ്പോട്ടിലേക്ക് എത്തി അതിനൊരു 200 കിലോമീറ്റർ മുമ്പുള്ള ഒരു വഴിയിൽ കൂടി ഞങ്ങൾ ജാക്കറ്റ് ഇട്ട് ബോട്ടിലൂടെ STRF-ൻ്റെ നേവിയുടെ ഉദ്യോഗസ്ഥരുടെ കൂടെ ഞങ്ങൾ 4 പേരും ഈ സ്പോട്ട് കാണാൻ പോയിരുന്നു. പക്ഷെ ആ ബോട്ട്, ഈ ഗംഗാവളി നദി നിങ്ങൾക്ക് ദൂരെ നിന്ന് ക്യാമറയിൽ കാണുന്നത് പോലെയൊന്നുമല്ല. അതിൻ്റെ ഭീകരത നേരിട്ട് കണ്ട നിമിഷങ്ങളായിരുന്നു. ഒന്ന് മൂവ് ചെയ്യാൻ പോലും കഴിയാത്ത പ്രയാസപ്പെട്ട നിമിഷങ്ങൾ. പക്ഷെ അവസാനം മുഴുവൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പരിശോധിച്ചപ്പോൾ നമുക്ക് ട്രക്ക് കണ്ടെത്തി എന്നത് ഔദ്യോഗികമായി കർണാടകത്തിലെ റവന്യൂ മന്ത്രിയാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതിനുശേഷം നടത്തിയ മുഴുവൻ ശ്രമങ്ങളും ഈ ട്രക്കിനെ അടുത്തേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിയത്. പക്ഷെ ട്രക്ക് കണ്ട ദിവസം നമ്മൾ വൈകുന്നേരം മടങ്ങിയത് നാളെ എന്തായാലും നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നുവെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ നിരാശപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറയുന്നൊരു കാര്യം, ഇന്നലെ രാത്രി 11 മണിക്കും ബൂം ഇറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് സതീഷ് കൃഷ്ണ സെയിലിൻ്റെ നേതൃത്വത്തിൽ, SP-യുടെ നേതൃത്വത്തിൽ ആ തട്ടുകടയുടെ താഴെ പരിശോധന നടത്തുമ്പോൾ 100-150 വർഷം പഴക്കമുള്ള ആൽമരമടക്കം ഇന്നലെ അതിൻ്റെ വേരുകൾ, മരക്കഷ്ണങ്ങളൊക്കെ കിട്ടി എന്നുള്ളത് പുതിയ നമുക്ക് പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഇവിടെ മിനിസ്റ്റർ, ബഹുമാന്യനായ കേരളത്തിലെ PWD മിനിസ്റ്റർ കൃത്യമായ ഡാറ്റ അദ്ദേഹം വിവരിച്ചു. ബഹുമാന്യനായ കോഴിക്കോട് MP രാഘവട്ടനും എൻ്റെ സഹപ്രവർത്തക MLA-മാർ ഞങ്ങളൊക്കെ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നത്
ഇന്ന് നടത്തിയ ഒരു യോഗം ഒന്നുകൂടി കൂടുതൽ നമുക്ക് നാളെ ഇപ്പോൾ ഞാൻ ഇപ്പോഴും സതീഷ് കൃഷ്ണസേന MLA മാതൃഭൂമിയുടെ ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തു. നാളെ അദ്ദേഹം ഇനിയിപ്പോൾ ഇന്ന് ഈ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഔദ്യോഗികമായി അവരുടെ റിപ്പോർട്ട് തന്നെ കലക്ടർക്ക് കൈമാറിയ സ്ഥിതിക്ക് നാളെ പിന്നെ STRFൻ്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുങ്ങൽ വിദഗ്ധരുണ്ട്, അവർ മുങ്ങാൻ തുടങ്ങുന്നുണ്ട് രാവിലെ മുതൽ. നാളെ നമ്മൾ ഇതുവരെ ഓരോ ദിവസം പ്രതീക്ഷിച്ചതുപോലെ നാളെയും പ്രതീക്ഷിക്കുന്നതിനപ്പുറം നാളെ ട്രക്കിനടുത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് സതീഷ് കൃഷ്ണസേന MLA ഇപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഓക്കെ, ശ്രീ ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ നമ്മളോടൊപ്പം ശ്രീ BR മേനോൻ, അദ്ദേഹം മുൻ നാവികസേന അഡ്മിറലാണ്. ശ്രീ BR മേനോൻ കൂടിയിട്ടുണ്ട്. ശ്രീ BR മേനോൻ, ഇപ്പോൾ നേവിക്ക് അസാധ്യമായതൊന്നും ഇല്ല എന്നുള്ളതാണ്, ജലവുമായി ബന്ധപ്പെട്ട രക്ഷാദൗത്യത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ വിചാരിച്ചു വെക്കുന്നത്. അത്രമേൽ ലെഗസി അവകാശപ്പെടാൻ കഴിയുന്ന പല രക്ഷാദൗത്യങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന ഗംഗാവലിയിലെ ദൗത്യത്തിൽ നേവിക്ക് വിഘാതമാകുന്ന ഘടകങ്ങൾ? ശരിയാണ്, വലിയ അടിയൊഴുക്കുണ്ട്. ഈ ഒരു 2 നോട്ട് വരെയാണ് ഇറങ്ങാൻ കഴിയുന്നത്. നിലവിൽ ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 7 നോട്ടോളം അവിടെ അടിയൊഴുക്കുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത്തരം സാങ്കേതിക കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ ദൗത്യം ഇത്രമേൽ ദുഷ്കരമാക്കുന്നത് എന്തൊക്കെയാണ് ശ്രീ BR മേനോൻ? മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളിലൊന്നും നമ്മൾ ടെക്നിക്കലായിട്ട് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. കഴിഞ്ഞ 11-12 ദിവസം പല കാര്യങ്ങളാലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണിപ്പോൾ. ഒന്ന്, വിസിബിലിറ്റി. ഞാൻ ഇമോഷണലായിട്ടല്ല പറയുന്നത്. ദർ ഇസ് നോ പോയിൻറ്റ് വി കമ്പൈനിങ് ഇമോഷൻ വിത്ത് ടെക്നോളജി. ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് വിസിബിലിറ്റി വേണം. പിന്നെ 15-16 അടി താഴ്ചയിൽ ഈ 7 നോട്ടിക്കൽ മൈൽ ഉള്ള സമയത്ത്, ഒഴുക്കുള്ള സമയത്ത് ഇറങ്ങിപ്പോകാനുള്ള സാമഗ്രികൾ വേണം. മൂന്നാമത്, സ്കാനിങ് പ്രോപ്പർലി വേണം. ഇത് മൂന്നും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ പരാജയമായിരുന്നു. എന്തുകൊണ്ടാണ് പരാജയമായത്? ഒന്ന്, അവിടുത്തെ കാലാവസ്ഥ, മണ്ണും ഈ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ അന്ന് പറഞ്ഞതുപോലെ, വേറൊരു ചാനലിൽ പറഞ്ഞതുപോലെ ധാതു അംശങ്ങൾ അടങ്ങിയതാണ്. ആ ഒരു സാഹചര്യത്തിൽ സ്കാനിങ് വിത്ത് റേഡാർ ഈസ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. പിന്നെ ട്രക്ക് പോലത്തെ വലിയൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതും സാധാരണ ഉള്ളതും കൂടെ വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ ഒരു ട്രക്ക് കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ട്രക്കിലൂടെയാണ് പോകാൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ ഇതിൽ കണ്ടു വേറൊരു ട്രക്കാണ് വേറൊരു സ്ഥലത്തുള്ളതെന്ന്. സോ യു ക്യാൻ ഇമാജിൻ ദി ഫെയിലിയർ ഓഫ് ടെക്നോളജി. വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ലൊക്കേറ്റ് എന്താണ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ട്രക്ക് ഇനിയും 100% കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്ത് ചെയ്യാനും ഈ ഒഴുക്കുള്ളതിൻ്റെ മുകളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ളൊരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോം ആദ്യം നമുക്ക് വേണം. അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇപ്പോൾ ഒരു പോണ്ടൂൺ കൊണ്ടുവരുന്നത്. ഇറ്റ് ഹാസ് ടു ബി എ സെൽഫ് പ്രൊപ്പൽഡ് പോണ്ടൂൺ വിച്ച് ക്യാൻ ഫേസ് ദ കറൻറ്റ്. അല്ലാതെ പോണ്ടൂൺ വലുത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും ഇതുപോലെ ഒഴുകിപ്പോവും. സോ സ്റ്റേബിളായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ആദ്യം നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പോണ്ടൂൺ എവിടുന്നോ കൊണ്ടുവരുന്നത്. വൺസ് യു ഹാവ് എ സ്റ്റേബിൾ പ്ലാറ്റ്ഫോം, ആ സ്റ്റേബിൾ പ്ലാറ്റ്ഫോമിൽ നിന്നും അവർക്ക് ഇറങ്ങാൻ പറ്റും, താഴത്തോട്ട് പോകാൻ പറ്റും. ഒരു 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 ഡൈവർ തന്നെ ഡൈവ് ചെയ്ത് 15 അടി പോയി കഴിഞ്ഞാൽ വിത്ത് ലൈഫ് ലൈൻ സപ്പോർട്ടായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റും. സോ ഹീൽ ബി ഭയമുണ്ടാവില്ല. ഇപ്പോഴത്തെ ഈ ചെറിയ ബോട്ട് തന്നെ നമുക്ക് TV കാണാം. അത് ഈ ചെറിയ പോലത്തെ ഈ ഫ്ലോട്ടിംഗ് ബോട്ട്സൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. ആൻഡ് ഒരുത്തിനും അവിടുന്ന് ചാടി ഇറങ്ങാനും പറ്റില്ല. സോ ദാറ്റ് ഈസ് വൺ മെത്തേഡ് ഓഫ് ഡൂയിങ് വിച്ച് ഇസ് ഐ തിങ്ക് അവർ നാളെ ചെയ്യാൻ പോകുന്നത് അതായിരിക്കാം. ഒരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോം കൊണ്ടുവന്ന് അവിടെ നിന്നും ഇറങ്ങി ഇത് തന്നെയാണോ ഈ ട്രക്ക് എന്നും ഈ ട്രക്കിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നും നോക്കാനുള്ള ഒരു പര്യാപ്തത വരുന്നത്. ശ്രീ BR മേനോൻ, ഈ പറയുന്ന കൊണ്ടുവരുമ്പോൾ തന്നെ ഇത്രയും വലിയ ഒഴുക്കിൽ അവിടെ നിൽക്കാൻ കഴിയുന്ന, സ്ഥിരതയോടെ നിൽക്കാൻ കഴിയുന്ന അത്ര മികച്ച സാങ്കേതിക വിദ്യ ഉള്ളതാണോ ഈ പറയുന്ന നാളെ വരാൻ പോകുന്ന പോണ്ടൂൺസ്? എനിക്കറിയില്ല. ഞാൻ ഐ ആം നോട്ട് എ ഡൈവർ.
ഞാനിതിൽ പങ്കെടുത്തിട്ടുമില്ല. ഐ ആം എ വാർഷിപ്പ് ഡിസൈനർ, ഐ ആം എ മറീൻ എഞ്ചിനീയർ. ബട്ട് ടെക്നോളജി വൈസ് ഫണ്ടമെൻ്റലി നമ്മൾ ഈ അവരുടെ ഫാമിലിക്ക് സങ്കടമുണ്ട്, ആ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇമോഷണലായിട്ട് നമ്മളെല്ലാം വളരെ ഇൻവോൾവ് ആണ് എല്ലാവരും. പക്ഷേ അതല്ല, we have to be very seriously discuss and find out what is the reason for failure so far. And എൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ളത് നമ്മളൊരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ മുകളിൽ അവിടെ നിന്നേ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നിന്നേ ഒരാൾക്ക് ഡൈവ് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നിന്നേ നമുക്ക് ഇറങ്ങിയിട്ട് ധൈര്യമായിട്ട് പോയി നോക്കാൻ പറ്റുള്ളൂ. സോ ഈ പോണ്ടൂൺ കൊണ്ടുവരുന്നത് ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി സ്റ്റേബിൾ ഇനഫ്, വലിയ പോണ്ടൂൺ ആയിരിക്കും. ആൻഡ് സെൽഫ് പ്രൊപ്പൽ, ദാറ്റ് മീൻസ് ഈ ഒഴുക്കിനെതിരായിട്ട് നിന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിവുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരിക്കാം അവർ കൊണ്ടുവരുന്നത്. അതൊന്ന്. രണ്ടാമത് ഞാൻ ഒരു ചാനൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഐ ഡോണ്ട് നോ വൈ എ ഹെവി ലിഫ്റ്റ് helicopter is not being thought of. Heavy lift helicopters can lift many things. പക്ഷേ ഇവിടെയും ഒരു പ്രോബ്ലം ഉള്ളത്, ഹെലികോപ്റ്റർ ഈ ട്രക്കിനെ തന്നെ പൊക്കണമെങ്കിൽ ട്രക്കിന് അവിടെ പോയി കൊളുത്തണം അതിൻ്റെ ചുറ്റും. സോ സംബഡി ഹാസ് ടു ഗോ ഡൗൺ. അത്ര ആഴത്തിലൊന്നുമല്ല, 15 അടിയേ ഉള്ളൂ. പക്ഷേ എല്ലാവരും പേരിക്കും 15 അടി എന്ന് പറഞ്ഞാൽ വലിയ ആഴമൊന്നുമില്ലല്ലോ, 2-2.5 ആളുടെ ആഴമല്ലേ ഉള്ളൂ. പക്ഷേ ഈ ഒഴുക്കാണ്. അപ്പോൾ ഒഴുക്കിൻ്റെ എതിരായിട്ട് ഒരാൾക്ക് പോയി അവിടെ നിന്ന് ഈ ട്രക്കിൻ്റെ അടിയിൽ കൊളുത്താനോ ഇല്ലെങ്കിൽ ട്രക്കിൻ്റെ ഡോർ ഒന്ന് നോക്കാനോ ഇല്ലെങ്കിൽ ഉള്ളിൽ പോകാനോ കഴിവുള്ള ഒരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോമാണ് മുകളിൽ കൊണ്ടുവരേണ്ടത്. അത് മിക്കവാറും നാളെ കൊണ്ടുവരും. അവിടെ കൂടി പിന്നെ ആരോ പറഞ്ഞു ഇപ്പോൾ ഒഴുക്ക് കുറയുകയാണ്, ദേ ആർ ട്രൈങ് ടു ഡു. പിന്നെ ഈ ബഫർ ഡാം ഇത് കഴിഞ്ഞ് കെട്ടുക എന്നുള്ളതൊക്കെ ഈ 40-40 മീറ്റർ ഉള്ള ഒരു റവലൊരു ഡാം കെട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. ഇപ്പോഴൊന്നും അതൊന്നും പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യമല്ല. സോ ഒരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോം നോക്കുക ഒന്ന്, അതിൽ കൂടി കറക്റ്റായിട്ട് സ്കാനിങ് ചെയ്യുക. ആരൊരു ഡ്രോൺ വന്ന് സ്കാൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഡ്രോൺ ഈസ് സോ ഹൈ വിത്ത് സോ മച്ച് ഓഫ് ഈ ധാതു മണലും അതുമായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രക്കാണെന്ന് ഇപ്പോൾ വേറൊരു ട്രക്ക് കണ്ടുപിടിച്ചുണ്ടോ, അത് ട്രക്കാണെന്ന് അറിയില്ല, ഒരു ഇരുമ്പിൻ്റെ കഷ്ണം. സോ സംബഡി ഹാസ് ടു ഫൈൻഡ് എ സ്റ്റേബിൾ പ്ലാറ്റ്ഫോം ആൻഡ് ദെൻ ഗോ ഡൗൺ ആൻഡ് ഫൈൻഡ് ഇറ്റ്. അതിനുള്ള മാർഗമാണ് കണ്ടുപിടിക്കേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഡൈവേഴ്സൊക്കെ ദേ ആർ വെരി യൂസ് ടു ഡൈവിങ് ഇൻ സീ. കടലിൻ്റെ അടിയിൽ ഇത്ര ഒഴുക്കൊന്നുമില്ല. 2, അവിടെ ഒരു വാർഷിപ്പിൽ നിന്നുമാണ് ഇവർ പോകുന്നത്. ദ പ്ലാറ്റ്ഫോം ഇസ് ദെയർ, സ്റ്റേബിൾ പ്ലാറ്റ്ഫോം. അവരുടെ മദർ ഇസ് ദെയർ, അവിടെ നിന്നാണ് ഇവർ ഡൈവ് ചെയ്യുന്നത്. സോ ദേ ഹാവ് ഓൾ ദി കൺട്രോൾ. ഇതൊരു ചെറിയ ബോട്ടിൻ്റെ മുകളിലല്ലേ. അപ്പോൾ ഈ സ്റ്റേബിൾ പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ മിക്കവാറും നാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ, നൽകുന്ന ഒരു ഘടകവും ഞാൻ എങ്ങനെയൊക്കെ വരാം. നമ്മളൊരു പ്രൊഫഷണൽ ഡൈവർ ഉണ്ട് നമ്മളോടൊപ്പം, ശ്രീ ഡോൾഫിൻ രതീഷ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രതീഷ്, ഇപ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അങ്ങ് പൂർത്തീകരിക്കൂ. എൻ്റെ ഒരു 70% എൻ്റെ മനസ്സിലുള്ളത്, ഇവർ ഈ ട്രക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും വെള്ളത്തിൽ ഇറ്റ്സ് എ ഡ്രൈവർ, അവൻ അത് തുറന്ന് പുറത്തു വരാൻ നോക്കും, ഒരു സംശയമില്ല. ബിക്കോസ് ദെർ ഈസ് ഇനഫ് ടൈം. പുറത്തു വരാൻ നോക്കിക്കഴിഞ്ഞാൽ ട്രക്ക് പോലും 60 കിലോമീറ്റർ ദൂരെ അവർ ഈ ഒഴുക്ക് കൊണ്ടുപോയിരിക്കുന്നത്. തടികൾ 7-8 കിലോമീറ്റർ ദൂരെ കണ്ടു, 500-600 kg ഉള്ളത്. അപ്പോൾ 60-70 kg ഉള്ള ഒരാൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ മേ ബി ഫാർ അവേ എന്നൊരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് നീന്തൽ അറിയാമോ ഇല്ലയോ എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നീന്തൽ അറിഞ്ഞില്ലെങ്കിൽ വെപ്രാളം തന്നെ വരും. നീന്തൽ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ടാവുമോ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ. ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരെ നേരത്തെ ശ്രീ മേജർ രവിയും ആ പ്രതീക്ഷ വെക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതാണ് ഏറ്റവും തരുമ്പ് പോലും കിട്ടുന്ന സാധ്യതകളെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ട്. എന്നിരുന്നാലും അങ്ങ് പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യയും ഈ പറയുന്ന ഇമോഷൻസിനെയും വൈകാരികതയും ക്ലബ് ചെയ്യാനും കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഞാൻ എങ്കിലേക്ക് വരാം. ശ്രീ രതീഷ്, ഇതിപ്പോൾ ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എങ്കിൽ ഒഴുക്ക് ഉള്ള ഇടത്ത് എത്രത്തോളം സാധ്യമാണ്? നേവിയുടെ ഏറ്റവും വിദഗ്ധരായ ഡൈവേഴ്സ് തന്നെയാണ് ഉള്ളത്. അവർക്ക് നാളെ ഈ ദൗത്യത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ നാളെ പണ്ടൂൺസ് കൊണ്ടുവരികയാണെങ്കിൽ? തീർച്ചയായിട്ടും. കാര്യം ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ, കാര്യം ഞാനൊരു നീന്തൽ പരിശീലകൻ മാത്രമല്ല, ഞാനൊരു റെസ്ക്യൂ ഡൈവറും കൂടെയാണ്. പല ഇതേപോലെ ഇത്തരം പ്രതിസന്ധികളിലൊക്കെ ഞങ്ങൾ പോയി ഡൈവിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ
അവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ 2 നോട്ടിക്കൽ മൈലിന് മുകളിൽ 2 and 3 ആണ് നമ്മൾ സാധാരണ നമ്മളൊരു ഡൈവറിനെ ഇറക്കി വിടുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ മാത്രമേ ഉള്ളൂ, അദ്ദേഹം ഒരു മനുഷ്യനാണ്. അപ്പം ഒരു ഡൈവറെ നമ്മൾ ഫോം ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക ട്രെയിനിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ ഒരു ഡൈവറായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് ആണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ തന്നെയാണ് ഇറങ്ങുന്നെങ്കിലും അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 2 നോട്ടിക്കൽ മേളിലോട്ടുള്ള 6 നോട്ടിക്കൽ എന്നൊക്കെ പറയുന്നത് എന്താ പറയുക നമ്മൾ മിക്സിക്കകത്തിട്ട് അടിക്കുന്നതിന് ഒരു തുല്യമായിട്ടൊരു ഒരു അത് ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ അത്രത്തോളം ഫോഴ്സിൽ വെള്ളം വരുമ്പോഴുള്ള പ്രശ്നം ഒന്ന് അതാണ് കാര്യം. സ്റ്റേബിളായിട്ട് നിന്നാൽ മാത്രമേ നമുക്കിപ്പോൾ അടിയിൽ പോയി തന്നെ അവിടെ നമുക്ക് വർക്ക് കാര്യം നമ്മുടെ അവിടെ ഒരു വിസിബിലിറ്റി ഇല്ലെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം അതിശക്തമായ മഴ പെയ്യുന്നു, ആ മഴയുടെ ആ കുത്തൊഴുക്കിൽ നമ്മൾ പറയുന്ന വൃത്തി പ്രദേശങ്ങളിൽ ഈ മലയ്ക്കുള്ളിൽ അവിടെ നിന്ന് ഒഴുകിയിട്ട് അടുത്തെത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് മാറിയിട്ട് തൊട്ടല്ല ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഈ കടലിലേക്കാണ് ഒഴുകി പോകുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അതിനകത്ത് ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിനകത്ത് നമ്മൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വേലി ഇറക്കങ്ങളുണ്ടാവും, അതായത് ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ടാകുന്ന സമയങ്ങളുണ്ടാവും. അപ്പോൾ ഈ വേലിയേറ്റ സമയങ്ങളിൽ നമുക്ക് കുത്തൊഴുക്ക് വന്നാൽ തന്നെ നമ്മുടെ ഇതിൻ്റെ ഒഴുക്കിൻ്റെ ഫോഴ്സിനെ തടയാൻ വേണ്ടിയിട്ട് ഈ കടലിൽ നിന്ന് കയറുന്ന ജലത്തിന് സാധിക്കും. പക്ഷേ അത് ഏത് സമയത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നതെന്നുള്ള അത് നമ്മൾ ശരിക്കും ഒന്ന് ഫൈൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നമുക്ക് തടയണയിട്ടിട്ട് നമുക്ക് അവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇപ്പം പല വിദഗ്ധരും ഇങ്ങനെ ചാനൽ ചർച്ചയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ മല ഇടിഞ്ഞ് വന്നപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വീട് വരെ ഈ വെള്ളം കയറി തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 20 മീറ്ററോളമാണ് ഈ പുഴയുടെ വീതി എന്ന് പറയുന്നു. പക്ഷേ അതിനകത്ത് നമ്മൾ എത്രത്തോളം ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒഴുക്കിൻ്റെ ശക്തി വീണ്ടും എവിടെയാണോ ചുരുക്കുന്നത് വെച്ചാൽ അവിടെ കൂടാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇടിയാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അപകടം നടക്കാനും ഈ ജലത്തെ ഇല്ലെങ്കിൽ നമ്മൾ ഒരു വഴിമാറ്റി വിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാര്യം ഇത്തരം കുറേ പ്രശ്നങ്ങൾ നിൽപ്പുണ്ട്. പിന്നെ ഒരു ഡൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോയി വർക്ക് ചെയ്യണമെങ്കിൽ എന്താ പറയുക നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അവിടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൃത്യമായി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം വെച്ചാൽ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ നമ്മളെല്ലാം ഈ എക്യുപ്മെൻസുമായിട്ട് നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്. അപ്പോൾ ആ താഴേക്ക് ചെല്ലുന്ന സമയത്ത് ഇത്ര ഒഴുക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ സാധനങ്ങൾ നമ്മുടെ ഈ പറയുന്ന പ്രവർത്തിക്കണമെന്നില്ല, ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഡൈവർ മിസ്സാകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഈ ലോറിയോടൊപ്പം തന്നെ വൻ മരങ്ങളും നമ്മുടെ ഈ പുഴയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡൈവറിനെ നമ്മൾ ഇത്രത്തോളം ഈ കറണ്ട് ഒഴുക്ക് നിൽക്കുന്ന സമയത്ത് അവിടെ പോകുന്ന സമയത്ത് ഇതിൻ്റെ മരങ്ങൾ ചില്ലകൾക്കിടയിലൂടെ പോകുന്ന സമയത്തും ചിലപ്പോൾ അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം നമുക്കൊരു ഡൈവറിനെ അങ്ങോട്ട് വിട്ട് അവിടെ ഒരു രക്ഷാപ്രവർത്തനം അസാധ്യം എന്ന് പറയാൻ കാരണമാവുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ മേജർ രവി, ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ മിനിസ്റ്ററോട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പങ്കുവെക്കുന്നൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ സേനാ വിഭാഗങ്ങൾ രക്ഷാദൗത്യവുമായി എത്ര ദിവസം തുടരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ, അങ്ങനെ ഒരു മാനദണ്ഡമുണ്ടോ? എത്ര ദിവസത്തോളം വേണമെങ്കിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? സേന രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് ദർ ഷുഡ് ബി നോ ലീവ്സ് അൺടേൺഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഒരു കരിയില പോലും മറിച്ച് നോക്കി അതിനകത്ത് എന്തുണ്ട് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സാധനം അതിനകത്തുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി അങ്ങനെ ഒരു അൺടേൺഡ് തിരിച്ചു നോക്കാത്ത ഒരു ഇല പോലും അവിടെ ഇല്ലെന്ന് കണ്ടതിന് ശേഷമാണ് ഈ സേനാപ്രവർത്തനം നിർത്തുന്നത്. ഇവിടെ എല്ലാ ഹോപ്പും കഴിഞ്ഞു, ഇനി നമുക്കിവിടെ ഒന്നും കിട്ടാനില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ ക്ഷീണിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകില്ല. ഏതുവരയ്ക്ക് അവർക്ക് സാറ്റിസ്ഫൈഡ് എല്ലാ ടെക്നോളജിയും യൂസ് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നൊരു സിറ്റുവേഷൻ, അത് ചിലപ്പോൾ ഒരു ദിവസം കൂടെ ആയിരിക്കും. ഇന്ന് ഈവനിങ് ഇന്ദ്രപാലൻ എനിക്ക് അയച്ചു തന്നിരുന്ന ഫൈനൽ റിപ്പോർട്ടിൽ ഏകദേശം അവർ ഫൈനൽ റിപ്പോർട്ട് അയച്ചിരിക്കുന്നു. ഇനി ഇത് നാളെ ഈവൻ ഡൈവേഴ്സ്, ഇപ്പം നേരത്തെ ആരോ പറഞ്ഞു കേട്ടു നാളെ ഡൈവേഴ്സ് ഇറങ്ങാൻ സാധിക്കും. ഡൈവേഴ്സ് ഇറങ്ങണമെങ്കിൽ നേവിയുടെ എൻ്റെ സബോർഡിനേറ്റ് സാറ് പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോം ഹാസ് ടു ബി ആ പ്ലാറ്റ്ഫോമൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഈ ഇറങ്ങുന്ന ഡൈവറിന് കിട്ടേണ്ടതായിട്ടുള്ള സേഫ്റ്റി എല്ലാം നോക്കി. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ
ഈ സ്പീഡിൻ്റെ ഒഴുക്ക് ഒരിക്കലും അണ്ടർ 3 നോട്ടിക്കൽ മൈൽസിൽ താഴ്ത്തു വരാൻ ചുരുങ്ങിയത് ഒരു 2 days or 3 days എടുക്കും. കാരണം ഈ വെള്ളം മുഴുവൻ കടലിലോട്ട് പോയി. ഇപ്പോൾ ഇതൊരു 8 കിലോമീറ്റർ എന്ന് അല്ലെങ്കിൽ കടലിനടുത്താണെങ്കിൽ ഈ നേരത്തെ സ്കൂബ ഡൈവിങ് അദ്ദേഹം പറഞ്ഞ പോലെ വേലിയേറ്റവും വേലിയിറക്കവും വലിയൊരു പ്രധാന ഘടകമാണ് അതിനകത്ത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒഴുക്കിനെ ഒരു വിധം ബ്രേക്ക് ചെയ്യുന്നത് വേലിയേറ്റം വരുന്ന സമയത്താണ്. വേലി ഇറക്കമാണെങ്കിൽ ഈ ഒഴുക്കിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ നോട്ടിക്കൽ മൈൽ സ്പീഡും കൂടും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം സമയം നോക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതേ സമയത്ത് നമ്മളെപ്പോഴും നോക്കേണ്ട ഈ മഴ അവിടെ സ്ലാഷിങ് റെയിൻ എന്നാണ് പറയുന്നത്. കാരണം വെട്ടിമുറിക്കുന്ന മഴയായിട്ടാണ് അവിടെ പെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് അവിടുന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ. ഇതൊക്കെ ഇവിടുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാവില്ല. അവിടെ ചെന്ന് നിന്നാലേ അറിയുള്ളൂ. താഴത്തുള്ള മണ്ണ് ചളിയും ഇതുമായിട്ട് മൂവ്മെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവുന്നൊരു സിറ്റുവേഷൻ. പട്ടാളക്കാരും ഇതുപോലെ തന്നെ അതിനകത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരിക്കലും ഈ ദൗത്യസേന അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നവരേക്ക് ആ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കും. ഇറ്റ് ക്യാൻ ബി 1 day, 2 day, 3 day. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഹോപ്പും ഇല്ലെന്ന് പറയുന്ന സമയത്ത് അവർ പറയും ഇനി നത്തിങ് ഈസ് ടു റിപ്പോർട്ട്. അതിന് നമുക്ക് കാത്തിരിക്കാം. അതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം. അപ്പം അതുകൊണ്ട് സേനയ്ക്ക് ഇങ്ങനൊരു സമയമില്ല നിങ്ങൾ എത്ര സമയത്തിനകത്ത് റിപ്പോർട്ട് കൊടുക്കുന്നുള്ളത്. അവരത് കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ്. അവർ തിരിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നവർക്ക് ഗവൺമെൻറ് ഹാസ് ടു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. നമ്മളെല്ലാവരും അതാണ് ചെയ്യേണ്ടത്. അവർ സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇന്ദ്രപാലിനെ ഇന്നലെ ഡൽഹിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഹീ സ്റ്റിൽ ദർ ഓൺലി. ഇവിടെ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ കാണലാണെന്ന് തോന്നുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ദ്രപാലിനായിട്ട് മാത്രമാണ് ടച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഹോപ്പ് ഈസ് ലൈക്ക് ഓക്കെ 1 more day വി വിൽ ചെക്ക് എന്നുള്ളത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മാത്രം. ഇനി ബാക്കി സ്കൂബ ഡൈവേഴ്സിൻ്റെ റിപ്പോർട്ട് കിട്ടണം. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ എല്ലാവരെയും റിപ്പോർട്ട് കിട്ടിയിട്ട് എല്ലാവരും പറയാണ് നോ വി ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് സർ, വി കനോട്ട് എന്ന് പറഞ്ഞാൽ മാത്രം. അപ്പോൾ അത് 11-ാം ദിവസം ആയി, ഇന്ന് 12, 13, 14 ഏതും ആവാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന ദിവസം എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. സേന ഈ ദൗത്യം നിർത്തില്ല ഏതുവരെയ്ക്ക് അവർ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുള്ളത്. ശരി, അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ AK മഷഫ്ത, ഇപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ, ഇപ്പോൾ ശ്രീ മേജർ രവി സാർ പറഞ്ഞതുപോലെ, അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, ആ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഇതിപ്പോൾ ഗംഗാവലിയുടെ ഭീകരതയാണെങ്കിലും അവിടുത്തെ കാലാവസ്ഥയുടെ ഭീകരതയാണെങ്കിലും അതിൻ്റെ അപ്രവചനീയതയാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അവിടുത്തെ മഴ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടർമാരോട് ഓൺ എയറിലൂടെ ആണെങ്കിലും അല്ല വ്യക്തിപരമായി സംസാരിക്കുമ്പോഴാണെങ്കിലും അവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല, മഴയുമായി കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഈ പറയുന്ന മണ്ണിടിച്ചിലിൻ്റെ അളവോ ഇതിൻ്റെ ഒഴുക്കോ ഗംഗാവലിയുടെ ഒഴുക്കോ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു പരിചയവും ഇല്ലാത്ത ഭൂമികയാണ് എന്നുള്ളത്. അങ്ങ് അവിടെ നിന്ന ഒരാളാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പലപ്പോഴും കുടയൊന്ന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുകയാണ്. കനത്ത മഴ, അതുപോലെ രൂപപ്പെട്ടിരിക്കുന്ന വലിയ ചെളിക്കകത്ത് മാത്രം നിന്നിട്ട് കാലുവേദനയും അതുപോലെ പല അസ്വസ്ഥതകൾ അല്ലേ. പക്ഷെ നമ്മളൊരു ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ്, അത് ജനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്ന ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ് മാധ്യമങ്ങൾ, അങ്ങനെ പലതും. ഈ ഇടവിട്ട് മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഒഴുക്കിനെയും സ്വാധീനിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 6 നോട്ടിലേക്ക് താഴ്ന്നതിന് ശേഷം പിന്നീട് മഴയില്ലാത്ത സമയത്ത് തന്നെ ഈ പറയുന്ന ജലമൊഴുക്ക് വീണ്ടും 7ലേക്ക് കൂടുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡൈവേഴ്സിന് ഇറങ്ങാനുള്ള ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ അതിനെ സ്വാധീനിക്കും. തീർച്ചയായും ഇവിടെ മേജർ രബിയും എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ ഇത് ലൈവായി 8 ദിവസക്കാലം കണ്ട ഒരാളാണ്. മാധ്യമ പ്രവർത്തകരുടെ ഒരവസ്ഥ, അവരൊക്കെ ലൈഫിൽ ഇത്ര പ്രതികൂല അവസ്ഥയിൽ അവർ പ്രവർത്തിക്കുന്ന ഒരു പക്ഷേ ഈ ഷിരൂറിലായിരിക്കാം. ഞാനത് ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ആ സ്പോട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോൾ പുലർച്ചെ 6 മണിക്ക് കാലാവസ്ഥ മാറി. ഒരു മഴ എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഇന്ന് ആ സ്പോട്ടിലേക്ക് ആർക്കും അടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ്. അരമണിക്കൂർ 1 മണിക്കൂർ വിട്ടിട്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ഈ ഗംഗാവളി ഞാൻ ദൂരെ നിന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനൊരു ഒഴുകുന്ന അതിൻ്റെ അടുത്ത് പലപ്പോഴും നിന്നിരുന്ന ആ ബോട്ടിൽ സഞ്ചരിക്കുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് എത്രമാത്രം ഒരാളൊന്ന് ടച്ച് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വേഗതയാണ്. ഇപ്പോൾ ഇന്ന് 7 നോട്ട് പിന്നെ 8 നോട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഇന്നറിയേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് നമ്മുടെ ഇന്ദ്രപാലൻ്റെ കൂടെ നമ്മുടെ മേജർ ജനറലായ
രാജേന്ദ്രൻ, അദ്ദേഹത്തോട് ഞാൻ ഇന്ന് റിയാസ് മിനിസ്റ്റർ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം ആ സ്പോട്ടിൽ വെച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇന്നലെ ഇന്ദ്രപാലം പോകുമ്പോൾ P1, P2, P3 എന്ന് വെച്ച് 3 ലൊക്കേഷനാണ് നോട്ട് ചെയ്തത്. ഇന്ന് ഞങ്ങൾ P4, അവർ P4 എന്ന രീതിയിൽ ഒരു ലൊക്കേഷൻ കൂടി അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഇന്നലെയും ഇന്നും നിങ്ങൾ നോട്ട് ചെയ്തതിൽ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കി പറഞ്ഞു, ഇന്ന് P4 നോട്ട് ചെയ്തതിൽ ഞങ്ങൾ അതിൻ്റെ അളവെടുത്തപ്പോൾ 7.5 മീറ്റർ വരുന്നുണ്ട്. നമ്മുടെ ട്രക്ക് ഏകദേശം 10 മീറ്ററാണ് വരുന്നത്. അത് 100% ആവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ എന്തായാലും ഇതിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് കൈമാറുന്നതോടുകൂടി ഈ P4 എന്നറിയുന്ന പോയിന്റ് ഏതായാലും അവരതിന് കോണ്ടാക്ട് പോയിന്റ് CP എന്നൊക്കെയാണ് പറയുന്നത്. ഈ കോണ്ടാക്ട് പോയിന്റ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. നാളെ എന്തായാലും അത് നമുക്ക് ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ മുങ്ങൽ വിദഗ്ധർ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ഇത്രയും ദിവസത്തെ കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഏറ്റവും വലിയ ടെക്നിക്കൽ ഓഫീസർ രാജീവ് അടക്കമുള്ള ആളുകൾ ഇന്ന് എന്നോട് പങ്കുവെച്ചത്. അതിനിടയിലും സതീഷ് MLA ഡ്രഡ്ജിങ് പോലെയുള്ള സംവിധാനം കൊണ്ടുവരുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മുടെ ഫ്ലോട്ടിംഗ് പോണ്ടോൺസ് അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എല്ലാ രീതിയിലും സത്യത്തിനും ഏത് ലോകത്തുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ ട്രക്ക് ഒന്ന് പൊക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ്. ആ വെള്ളത്തിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല. ആർമിയോട് ചോദിച്ചാലും നേവിയോട് ചോദിച്ചാലും SDRFനോട് ചോദിച്ചാലും അവരൊക്കെ പറയുന്ന ഒറ്റ കാര്യം, എങ്ങനെ ഞങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് മുങ്ങുമെന്നുള്ളൊരു പ്രയാസം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നാളത്തെ ഈ ഫ്ലോട്ടിംഗ് ഫണ്ടുകൾ കൊണ്ടുവന്നതോടുകൂടി അത് കുറച്ചുകൂടി നമുക്ക് ആ പ്രയാസം അകറ്റാൻ കഴിയുമെന്നാണ് ഇന്ന് അവിടെ നിന്ന് വിദഗ്ധർ എന്നോട് ഷെയർ ചെയ്ത ഒരു കാര്യം. ശരി, ഞാൻ മറ്റതിലേക്ക് വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് വരാം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ BR മേനോൻ, ഇപ്പോൾ നമുക്കറിയാം, അങ്ങ് നേരത്തെ പറഞ്ഞു സാങ്കേതികതയും വൈകാരികതയും നമുക്ക് ഒരു തരത്തിലും സംയോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ നമ്മളൊരു വലിയ ജനവിഭാഗം ഇത്രയും അധികം ആശങ്കയോടെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നൊരു സംഭവമാണ്. നമ്മുടെ ആകെയുള്ള ശ്രദ്ധ നിലവിൽ ഈ കഴിഞ്ഞ 11 ദിവസത്തിന് ശേഷം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ നാലാമത്തെ പോയിന്റിൽ ഏതാണ്ട് ആ ട്രക്കിന് സമാനമായ ട്രക്കിന്റെ ഒരു പ്രൊഫൈലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു സിഗ്നലാണ് കിട്ടിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു പക്ഷേ അർജുന്റെ ട്രക്ക് തന്നെ ആയിരിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ, എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ പ്രതീക്ഷ വാനോളമാണ്. 11 ദിവസം അല്ലേ? അപ്പോൾ ഇത്രയും വലിയ ഒഴുക്കുള്ള ഒരിടത്ത് നേവിക്ക് ഇതിന് മുൻപുള്ള മുന്നനുഭവങ്ങളുണ്ടോ? അന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു ആക്ഷൻ പ്ലാൻ എന്തായിരുന്നു? ഇവിടെ അത്തരത്തിലുള്ള എന്ത് അപ്രോച്ച് ആയിരിക്കും നേവി സ്വീകരിക്കുക? ശ്രീ BR മേനോൻ, അങ്ങേക്ക് കേൾക്കാമോ? ക്ലിയർ അല്ല. ശ്രീ BR മേനോൻ, അങ്ങേക്ക് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. എന്താ ചോദ്യം? ഒരിക്കലും പറയൂ. ഞാൻ ചോദിച്ചത്, ഇപ്പോ നമ്മൾ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഗംഗാവലിയിലേക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കാരണം അവിടെ 4ാമത്തെ പോയിന്റിൽ നിന്ന് കിട്ടുന്ന ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ അർജുന്റെ ട്രക്ക് ആയിരിക്കാം എന്ന തരത്തിൽ പോലും എക്സ്പേർട്സ് പറയുന്നുണ്ട്. അപ്പോൾ 4ാമത്തെ പോയിന്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതീക്ഷയുണ്ടെന്ന് ഇന്ദ്രപാൽ സാർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അവിടേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. ഇത്തരം ഒഴുക്കുള്ള ഇടങ്ങളിൽ, ഇത്തരം പ്രതിസന്ധിയുള്ള, ഇത്തരം വെല്ലുവിളി ഉയർത്തുന്ന സ്ഥലങ്ങളിൽ നേവിയുടെ ഒരു ആക്ഷൻ പ്ലാൻ എന്തായിരിക്കും? അത്തരം മുന്നനുഭവങ്ങൾ നമുക്കുണ്ടോ? അത് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണല്ലോ നേവി അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അങ്ങ് എനിക്ക് തോന്നുന്നു അങ്ങേക്ക് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കേട്ടതാണ്. ഈ നേവിയുടെ കഴിവിനെ കുറിച്ച് ഞാൻ ഒരു ചോദ്യവും ഉന്നയിച്ചിട്ടില്ല. അവർക്ക് ഇതിനുള്ള മുമ്പുള്ള അനുഭവങ്ങളെ പറ്റി മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അനുഭവങ്ങൾ പലയിടത്തും, പക്ഷേ എല്ലായിടത്തും ഈ ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ അനുഭവങ്ങളെ പറ്റിയല്ല. പലയിടത്തും തന്നെ നമുക്ക് ഡൈവേഴ്സ് പോയി പലതും കണ്ടുപിടിക്കാനുള്ള സാഹചര്യം പലതവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ഈ ഡൈവേഴ്സിന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് ഈ സ്ക്രീനിൽ കൂടി റഡാറിൽ കൂടി കണ്ടുപിടിച്ചത് തന്നെ ഈ ട്രക്കാണോ ഇനി വേറൊരു ട്രക്ക് പോലും കണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈവൻ ദ സ്കാനിങ് ഹാസ് നോട്ട് ബീൻ പെർഫെക്റ്റ്. ഇതിൻ്റെ എല്ലാം പുറകിലുള്ളത് ഈ കാലാവസ്ഥയും ഇവിടുത്തെ സ്ഥിതിയുമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഫണ്ടമെൻ്റലാണ്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കപ്പലൊക്കെ എല്ലാവരും സമുദ്രത്തിൽ പോയി ഡൈവ് ചെയ്യുന്നതും എല്ലാം നോക്കുന്നതും ബേസിക്കലി ബേസ്ഡ് ഓൺ എ ഷിപ്പ്, വാർഷിപ്പ്. 3000-4000 ടണ്ണുള്ള വാർഷിപ്പ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോം ഇപ്പോൾ നാളെ അവർ കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഏതാണ് ട്രക്കെന്ന് നോക്കി കണ്ടുപിടിക്കണം. അതിപ്പോൾ ഇതിൻ്റെ മുകളിലോ ഇല്ലെങ്കിൽ മറ്റേ മൺകൂനയുടെ അടുത്തോ പോയി നോക്കിക്കഴിഞ്ഞാൽ അതാണോ ട്രക്ക്, ഈ അർജുനൻ്റെ ട്രക്ക് അതാണോ അവർക്ക് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞാൽ ആ ട്രക്കിൻ്റെ അവിടെ ഇറങ്ങി അദ്ദേഹം മാത്രമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനേ ഉള്ളൂ. അപ്പോൾ അത് സക്സസ്ഫുൾ ആവുമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ബിക്കോസ് ദി ടെക്നോളജി ഡിഫക്റ്റ് ഐ തിങ്ക് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ്. ഇവിടെ സ്റ്റേബിൾ പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് ഡൈവ് ചെയ്യാനും മുമ്പോട്ട് പോകാനും പറ്റാത്തത്. പിന്നെ ട്രക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ ഉയർത്തിയെടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം, ഏറ്റവും എളുപ്പമുള്ള മാർഗം സൈഡിലോട്ട് വലിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാനൊന്നും അല്ല. അത് ഞാൻ പറയുന്നത് കേട്ടു. ഒരു ഹൈ ലിഫ്റ്റ് ഹെലികോപ്റ്റർ വന്ന് ഡൈവേഴ്സ് പോയി അതിൻ്റെ അടിയിൽ കൊളുത്തി ലിഫ്റ്റ് ഇറ്റ് അപ്പ്, നേരെ പൊക്കിയെടുത്ത് വെള്ളത്തിൽ നിന്ന് കുറച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ എളുപ്പമാവും. പിന്നെ സൈഡിലോട്ട് വരാം. 30-40 മീറ്റർ വീതിയുള്ള പുഴയാണെങ്കിൽ ഹെലികോപ്റ്ററിന് ചലിക്കാനുള്ള സ്ഥലമുണ്ട് എന്ന് ഞാൻ ഇവിടെ TV കണ്ടാണ്. ഐ ഹാവ് നോട്ട് ഗോൺ ടു ദ പ്ലേസ്, അപ്പോൾ അത് പറയാൻ പറ്റില്ല. സോ ദാറ്റ് മേ ബി ദ ബെറ്റർ ടു ലിഫ്റ്റ് ദ ട്രക്ക് അപ്പ് ഈസിയസ്റ്റ്. അല്ലാതെ 2 സൈഡിലോട്ട് വലിച്ച് കയറ്റി കൊണ്ടുപോകാന്നുള്ള നിവൃത്തിമാർഗമേ നോക്കുന്നത് അബദ്ധമായിരിക്കും. ശരിക്കും ഒരു ഹൈ ലിഫ്റ്റ് ഹെലികോപ്റ്റർ എയർഫോഴ്സിലുണ്ട്, നേവിയിലും ഉണ്ട്. ലിഫ്റ്റ് അപ്പ് ദിസ് വൺ, വെള്ളത്തിൽ നിന്ന് സൈഡിലോട്ട് കൊണ്ടുപോയി അവിടെ നോക്കാൻ, അതായിരിക്കും ട്രക്കിനെ അവിടെ നിന്ന് എടുക്കാനുള്ളൊരു മാർഗം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഡോൾഫിൻ രതീഷും പറഞ്ഞതുപോലെ എത്ര ഡൈവേഴ്സ് ആണെങ്കിലും ഇത്രയും വലിയ ഒരു ഒഴുക്കുള്ള സ്ഥലം ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ്. അത് കഴിഞ്ഞ് ഈ ട്രക്കും ഈ തടിമുക്ക് 7-8 കിലോമീറ്റർ ദൂരെ കണ്ടെന്ന് ഞാൻ പേപ്പറിൽ വായിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ട്രക്ക് വീണ ഇടത്തു നിന്നും റോഡിൻ്റെ സൈഡിലോട്ട് മറിഞ്ഞിടത്തു നിന്നും 20-30 മീറ്റർ 60-70 അടി ദൂരെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുമാത്രം കറണ്ടിൻ്റെ ഹെൽപ്പുണ്ട്. ഈ ട്രക്ക് മസ്റ്റ് ബി 5 ടൺ, അതിൻ്റെ കൂടെ തടിയുമായിട്ട് 10 ടണ്ണായില്ലേ. ഈ 10 ടണ്ണിനെ ഈ ചെളി കൂടെ വലിച്ച് 60-70 അടി ദൂരെ കൊണ്ടുപോകാനുള്ള കഴിവുള്ള കറണ്ടാണെങ്കിൽ എങ്ങനെ ഒരു 60 kg ഉള്ളൊരു മനുഷ്യൻ അവിടെ പോയി ഇറങ്ങി തപ്പി നോക്കും? പ്ലാറ്റ്ഫോം ഫണ്ടമെൻ്റൽ, അവിടുന്ന് ലൈഫ് ലൈൻ കൊടുത്ത് ഭാഗ്യത്തിന് അധികം താഴ്ത്തു പോകണ്ട, 15 അടിയേ ഉള്ളൂ. സോ നാളെ മിക്കവാറും ഇത് സംഭവിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരി. ശ്രീ രതീഷ്, ഞാൻ അവസാനം ആംഗിലേക്ക് കൂടി വരികയാണ്. ശ്രീ രതീഷ്, പക്ഷേ ഒന്ന് വിസിബിലിറ്റി ഇല്ല എന്നുള്ളത് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് തന്നെ അറിയാം, കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. അതിനിടയിൽ ഈ പറയുന്ന ഹൂക്കുകൾ ഇടാനാണെങ്കിൽ പോലും ഇറങ്ങി ചെല്ലുവാൻ കഴിയുന്നത് ഡൈവേഴ്സിന് നിലവിൽ സാധ്യമായ ഒന്നാണോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് ശ്രീ രതീഷ്. മാത്രമല്ല അവിടെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന ഒഴുക്ക് മാറി മറിയുന്നുണ്ട്. പലപ്പോഴും താഴേക്ക് വരികയും പിന്നീട് അത്രമേൽ കൂടുകയും ചെയ്യും. ഈ വെള്ളത്തിൻ്റെ വിസിബിലിറ്റി ഒരു പ്രശ്നമല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ പുഴകളുടെയും ഈ പറഞ്ഞ ഡാമുകളുടെയും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓപ്പൺ വാട്ടേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ കലയും കിടക്കുകയാണ് ചെയ്യുന്നത്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസം മാത്രമാണ് ഈ വെള്ളം ക്ലിയർ ആകുന്നതെന്ന് പറയുന്നത്. ബാക്കി എല്ലാ സമയങ്ങളും നമ്മുടെ പൊതുവേ നമ്മുടെ കേരളത്തിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഈ ഓപ്പൺ വാട്ടേഴ്സ് എല്ലാം ഈ പറഞ്ഞ പോലെ കലങ്ങി മറിഞ്ഞ് വിസിബിലിറ്റി ഇല്ലാത്തത്. പക്ഷേ നമുക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് വിസിബിലിറ്റി ഇല്ലെങ്കിൽ പോലും നമുക്കവിടെ ഒരു സർച്ചിങ്ങിന് സാധ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന കറണ്ട് ഒരു പ്രശ്നം തന്നെയാണ്. കാര്യം ആ ഒഴുക്ക്, ശക്തമായ ഒഴുക്കിനകത്ത് നമുക്ക് അവിടെ പോയി നിന്ന് അത് ചെയ്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്കൊരു ട്രക്കിനകത്ത് നമുക്കൊരു കൊളുത്ത് ഇടണമെങ്കിൽ തന്നെയും അവിടെ ചെന്ന് അത് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞാൽ വേലിയിറക്കത്തിൻ്റെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ മിക്കവാറും ചിലപ്പോൾ 2 മണിക്കൂർ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് 12ാമത്തെ ദിവസം നമ്മൾ ആ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഈ പറയുന്ന സാധ്യതകളെല്ലാം അനുകൂലമായിരിക്കട്ടെ എന്ന് കരുതാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്രയധികം ദുഷ്കരമായ ഒരു ദൗത്യത്തിലാണ് നമ്മുടെ സേനാ വിഭാഗങ്ങളെല്ലാം. നാളെയെങ്കിലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ കാര്യക്ഷമമായി ഫലപ്രദമായി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.